പ്രവീൺ നാരായണൻ എഴുതി പ്രവീൺ നാരായണൻ തന്നെ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായ അനുപമ പരമേശ്വരൻ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കണ്ടു. അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു സിനിമയും സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സെൻസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്തിനായിരുന്നു അത്തരത്തിലുള്ള വിവാദങ്ങൾ എന്ന് ചിന്തിക്കും. അത് ഓൾറെഡി തന്നെ ഈ സെൻസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു കാമ്പില്ലാത്ത വാദമാണല്ലോ സെൻസർ ബോർഡ് ഉന്നയിക്കുന്നത് തോന്നും. അതുപോലെ തന്നെയാണ് സിനിമ കണ്ടിറങ്ങുമ്പോഴും നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു സെൻസേഷൻ ഉണ്ടാക്കേണ്ടതോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വിവാദം ഉണ്ടാക്കേണ്ടതോ ആയിട്ടുള്ള യാതൊന്നും തന്നെ സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ പറയാനുള്ള കാര്യം, അതായത് സെൻസർ ചെയ്യപ്പെടേണ്ടതായിട്ടൊന്നുമില്ല എന്ന് പറയാം. എന്നാലും അതിലൊരു ചില സ്ഥലങ്ങളിലൊക്കെ തന്നെയും ചില കോടതി രംഗങ്ങളിലും സുരേഷ് ഗോപിയുടെ ചില ഡയലോഗുകളിലും ഒക്കെ തന്നെ ചില സെൻസർഷിപ്പ് വരുത്തിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ലിപ് മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഡയലോഗ് ഇല്ലാത്ത അവസ്ഥയാണ്. അതെന്തായിരുന്നു എന്നുള്ളത് നമുക്കും ഊഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ സിനിമയിലെ ക്യാരക്ടറുമായിട്ട് പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു വിവാദം ഉണ്ടായിരുന്നത്. ആ ക്യാരക്ടറുടെ പേര് പറയുന്ന സ്ഥലങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു മ്യൂട്ട് ചെയ്തിട്ടുള്ളത്. എനിവേ, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നത് തിരക്കഥ എഴുതിയതിന് ശേഷം നായകനെ കണ്ടെത്തി, അതല്ലെങ്കിൽ നായക കഥാപാത്രം ചെയ്യേണ്ട വ്യക്തിയുടെ ഡേറ്റ് കിട്ടിയതിന് ശേഷം തിരക്കഥയിൽ വീണ്ടും ചില മാറ്റങ്ങൾ വരുത്തിയോ എന്ന് തോന്നുന്ന തരത്തിലാണ് തിരക്കഥ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ചില ഡയലോഗുകളൊക്കെ തന്നെയും സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് പോലെയാണ്. സുരേഷ് ഗോപി പറയേണ്ടതാണ് എന്ന തരത്തിലുള്ള ചില ഡയലോഗുകളുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ സഹകരണ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സഹകരണ ബാങ്കിലെ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും അതിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ, അതിനുശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുന്ന സാഹചര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു കണ്ടംപററി പൊളിറ്റിക്സിൽ നടന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സഹകരണ മേഖലയിലെ ഒരു തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും അതിൻ്റെ ഒരു ഡയലോഗും സുരേഷ് ഗോപി പറയുന്നത് പോലെ തന്നെ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ചില ഡയലോഗുകൾ, ഇരട്ടച്ചങ്ക്, അത്തരത്തിലുള്ള കുറച്ച് ഡയലോഗുകൾ സുരേഷ് ഗോപി പറയുന്നു എന്നുള്ളതല്ല, വിമർശനം എന്നുള്ള നിലയ്ക്ക് പല ക്യാരക്ടേഴ്സായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. സിനിമ അത്തരത്തിലൊക്കെയാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഈ എഴുത്തുകാരന് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയാണ് നായകൻ എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയം പറയാമെന്ന് വിചാരിച്ചിരുന്നതും ആയിരിക്കാം. പിന്നെ കുറച്ച് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന തലത്തിൽ, അതല്ലെങ്കിൽ മൊത്തത്തിലൊരു ഇന്ത്യയുടെ സെറ്റപ്പിനെയും അല്ലെങ്കിൽ ആ ഒരു സംഗതികളെയൊക്കെ, ഇപ്പോൾ ലൈക്ക് സംസ്കാരം അല്ലെങ്കിൽ സദാചാരം എന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ നിന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും തിരക്കഥത്ത് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം പുള്ളി വിജയിച്ചിട്ടുമുണ്ട്. ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും എന്താണ് ഉദ്ദേശിക്കുന്നത്, ആരെയാണ് ഉന്നം വയ്ക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സിനിമയുടെ ഒരു മൊത്തം ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ശരാശരി അല്ലെങ്കിൽ ശരാശരിക്ക് താഴെയുള്ള ഒരു സിനിമാനുഭവം മാത്രമാണ്. സിനിമ ഒരു ത്രില്ലർ മൂവിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഒന്നും സിനിമയിലില്ല. അതായത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ക്രൈം ത്രില്ലർ മൂവികളിൽ ഒരു ത്രില്ലിംഗ് എലമെൻ്റ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ളതൊന്നുമില്ല. ഒരു സീറ്റ് അടിച്ച് ത്രില്ലറൊന്നും പറയാൻ തന്നെ ഇല്ല. സാധാരണഗതിയിൽ ഒരു ക്രൈമും അതിന് ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. സിനിമയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ക്ലൈമാക്സ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ്. അതായത് 2 എൻഡുകളാണുള്ളത്. ഒന്ന് ക്രൈം ചെയ്യുന്ന ആളെ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗവും, അതിനുശേഷം പിന്നീട് ഒരു സോഷ്യൽ മെസ്സേജ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു രണ്ടാമത്തെ ഏരിയ എന്നുള്ള രീതിക്ക് അങ്ങനെയൊക്കെയാണ് സിനിമ പോകുന്നത്. പിന്നെ ഇതിലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആസിഫ് അലി എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിലെ പ്രിയ താരത്തിന് ഒരു റീപ്ലേസ്മെൻറ്റ് ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. മറ്റാരുമല്ല, ആസിഫ് അലിയുടെ അനിയൻ തന്നെയാണത്. കാരണം പുള്ളിയെ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുള്ള സീനുകളിലൊക്കെ നമുക്ക് ആസിഫ് അലി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. ആസിഫ് അലിയുടെ ഒരു മാനറിസം, ഇപ്പോൾ ഒരാൾക്ക് ഡോറ് തുറന്നു കൊടുത്തിട്ട് അകത്തേക്ക് കയറും എന്ന് പറയുമ്പോൾ ആസിഫ് അലിയുടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും, കൈയുടെ മൂവ്മെൻറ്റ്. നമ്മൾ ഒരുപാട് സിനിമകളിലായിട്ട് കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, അതേ ബോഡി ലാംഗ്വേജ് തന്നെയാണ് ഈ പറയുന്ന ആസിഫ് അലിയുടെ അനിയനും ഈ സിനിമയിലുള്ളത് എന്നാണ്. അതായത് നമുക്ക് പെട്ടെന്നൊരു ദിവസം ആസിഫ് അലിക്ക് ഒരു സിനിമയിൽ ആസിഫ് അലിക്ക് വേണ്ടി എഴുതിയൊരു തിരക്കഥ ഈ ആസിഫ് അലിക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ഈസി ആയിട്ട് വേണമെങ്കിൽ ഈ പറയുന്ന പുള്ളിക്കാരൻ ഇത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത്രയ്ക്ക് റിസംബ്ലൻസ് ആണ് ഏട്ടനും അനിയനും തമ്മിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതിനാടകീയമായിട്ടുള്ള ഡയലോഗുകൾ പോലെ ഫീൽ ചെയ്യും. സുരേഷ് ഗോപിയുടെ ഡയലോഗുകളൊക്കെ ഒരു ഫെയർ ബ്രാൻഡ് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് കുറച്ചൊക്കെ പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിലും, ശ്രദ്ധിച്ചാൽ നമുക്കൊരു റിപ്പീറ്റായിട്ട് കണ്ടാൽ ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഒറ്റത്തവണ കാണുമ്പോൾ തന്നെ എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് സിനിമയിൽ ഭയങ്കര നാടകീയമായിട്ട് ഡയലോഗ് പറഞ്ഞ പോലെയാണ്. ഓരോരുത്തരും അതുപോലെ തന്നെ
അത് ആ തിരക്കഥയുടെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ സംഭാഷണം എഴുതി കൊടുത്തതിൻ്റെ ഒരു പോരായ്മയായിട്ട് തന്നെയാണ് തോന്നുന്നത്. നാടകീയമായി പോയ പോലെ തോന്നുന്നു ഡയലോഗുകൾ. മീൻസ് സാധാരണഗതിയിൽ മനുഷ്യന്മാർ അത്തരം സിറ്റുവേഷനുകൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു രീതിയിൽ നിന്ന് വിഭിന്നമായിട്ട് വളരെ അച്ചടി ഭാഷ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് സംസാരിക്കുന്ന ആളുകളായിട്ട് തോന്നും. തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ അങ്ങനെ കുറച്ച് കേന്ദ്രങ്ങളിലായിട്ട് അങ്ങനെയാണ് കഥ ഡെവലപ്പ് ചെയ്യുകയും പോവുകയും ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ആ ഒരു പോരായ്മ നമുക്ക് ഫസ്റ്റ് തന്നെ തോന്നും. ഇവരൊക്കെ എന്താണ് ഇങ്ങനെ വളരെ മെക്കാനിക്കലായിട്ട് സംസാരിക്കുന്നത് എന്നുള്ളൊരു സംശയം തോന്നും, ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നതിലൊരു പ്രശ്നം. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഈ കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ആക്ട്രസിൻ്റെ ഒക്കെ തന്നെയും അഭിനയം, അതല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് അവർ എത്രമാത്രം നന്നായി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. സുരേഷ് ഗോപി സ്വാഭാവികമായിട്ടും വൃത്തിയായിട്ട് തന്നെ തൻ്റെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഭരചന്ദ്രൻ IPS അല്ലെങ്കിൽ ചിന്താമണി കൊലക്കേസോ ഒന്നും തന്നെ പ്രതീക്ഷിച്ച് പോകേണ്ടതില്ല. എന്നാൽ ഒരു ചിന്താമണി കൊലക്കേസിൻ്റെ ഒരു ഷെയ്ഡൊക്കെ നമുക്ക് ഈ പറയുന്ന സിനിമയിൽ, നമ്മുടെ ചിന്താമണി കൊലക്കേസിലെ ലാൽകൃഷ്ണ ഇരാടിയാർ എന്ന ക്യാരക്ടറിൻ്റെ ഒരു ഷെയ്ഡ് നമുക്ക് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിലും കാണാൻ പറ്റും. പിന്നെ അനുപമ പരമേശ്വർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള ഒരു മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അനുപമയുടെ ക്യാരക്ടറാണ്. അനുപമ തരക്കേടില്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും ചില ഇമോഷണൽ രംഗങ്ങളൊക്കെ തന്നെയും നമുക്ക് വല്ലാതെ കണക്റ്റ് ആവില്ല. ഇത് കുറച്ച് ഓവറല്ലേ എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില പെർഫോമൻസ് ആണുള്ളത്. പിന്നെ ഗോകുൽ സുരേഷിൻ്റെ റോളാണ് കുറച്ച് ത്രൂ ഔട്ടായിട്ട്, ഗോകുൽ സുരേഷ് അല്ല, നമ്മുടെ മാധവ് സുരേഷിൻ്റെ റോളാണ് ത്രൂ ഔട്ടായിട്ട് സിനിമയിൽ പിന്നെയുള്ളത്. ഈ അനുപമ പരമേശ്വരൻ്റെ കൂടെയും അല്ലാതെയും ഒക്കെ തന്നെയും സിനിമയിൽ ത്രൂ ഔട്ടായിട്ട് മാധവ് സുരേഷിൻ്റെ റോളുണ്ട്. അദ്ദേഹം പക്ഷേ അധികം ഡയലോഗുകളൊന്നും അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാത്തതാണോ എന്നറിയില്ല. എന്തായാലും അത് ഒരുപാട് ഡയലോഗുകളൊന്നുമില്ല. കാരണം പുള്ളി ഡയലോഗ് ഡെലിവറിയിൽ കുറച്ച് വീക്കാണെന്നുള്ളത് പുള്ളിയുടെ തൊട്ട് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു കുമ്മാട്ടിക്കളിയോ അത്തരത്തിലുള്ള ഏതൊരു മൂവിയിൽ നമ്മളെല്ലാവരും ഒരുപാട് ട്രോൾ മെറ്റീരിയലായ ഒരു സംഭവമാണ്. ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഓക്കെയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ലിമിറ്റഡ് ഡയലോഗുകൾ മാത്രമേ മാധവ് സുരേഷിന് കൊടുത്തിട്ടുള്ളൂ സിനിമയിൽ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് മികച്ച പെർഫോമൻസ് തന്നെ മാധവ് സുരേഷ് നടത്തിയിട്ടുണ്ട്. വിമർശിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ പോരായെന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ഷോയിൽ ദുൽഖർ സൽമാൻ അഭിനയിച്ചപ്പോൾ ഉള്ള ഒരു അവസ്ഥ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു തുടക്കം, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സിനിമ, അല്ലെങ്കിൽ രണ്ടാമത്തെ സിനിമ എന്നുള്ള നിലയ്ക്ക് മാധവ് സുരേഷ് തരക്കേടില്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലൊരു ക്യാരക്ടർ ഉണ്ട്, അയാളുടെ പേരെനിക്കറിയില്ല, ഒരു പക്ഷേ വളരെ പോപ്പുലർ ആയിട്ടുള്ള ബാലതാരമായിട്ട് തന്നെ മലയാള സിനിമയിൽ വന്നിട്ടുള്ള ആളാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് നോക്കാൻ വേണ്ടി പറഞ്ഞത്. അദ്ദേഹം ഒരു ലേസി ആയിട്ടുള്ള, അരഗൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറാണ് ചെയ്തത്. ഒരു പക്ഷേ ട്രെയിലറിൽ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു ക്യാരക്ടറിനെ. അപ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ആ റോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ബൈജു സന്തോഷാണ്. അദ്ദേഹം ഒരു പോലീസുകാരനായിട്ട് തന്നെയാണ്. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതൊരു ത്രൂ ഔട്ട് റോളൊന്നുമല്ല, തുടക്കത്തിലും പിന്നെ കുറച്ച് ഒടുക്കത്തിലുമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ബൈജു ഉള്ളത്. ബൈജു സ്വാഭാവികമായിട്ടും വളരെ അനായാസമായിട്ട് ആ ഒരു റോള് ചെയ്ത് പോയിട്ടുണ്ട്. തിരുവനന്തപുരംകാരൻ ഒരു പോലീസുകാരൻ്റെ പോലെ തന്നെ ചെയ്ത് പുള്ളി അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത് ശ്രുതി രാമചന്ദ്രനാണ്. അദ്ദേഹം ആ ഒരു ഭാഗത്തേക്ക് കിടക്കുന്നില്ല, എന്താണ് ക്യാരക്ടർ എന്നുള്ളത് പറയുന്നില്ല. ശ്രുതി രാമചന്ദ്രനും തനിക്ക് കിട്ടിയിട്ടുള്ള റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡയലോഗ് ഡെലിവറിയൊക്കെ തന്നെയും നമുക്ക് ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന തരത്തിൽ, അതല്ലെങ്കിൽ ഒരു അതിനെന്താ പറയുക, ഒരു പ്രത്യേക എനർജിയിലാണ് ശ്രുതി രാമചന്ദ്രൻ ആ റോള് ചെയ്തിട്ടുള്ളത്. ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും ആ ഒരു ക്യാരക്ടറിന് ആ സിനിമയിൽ കിട്ടുന്ന ഒരു ഇൻട്രോ ഉണ്ട്. ആ ഇൻട്രോയ്ക്ക് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തായാലും അതൊരു ലേഡിയാണ് എന്നുള്ള കാര്യം നമുക്ക് ഇൻട്രോയിൽ നിന്ന് മനസ്സിലാകും. അതിനുശേഷം വരുന്നത് ആരായിരിക്കും എന്നുള്ളൊരു ചെറിയൊരു ജിജ്ഞാസ പ്രേക്ഷകനെ സംബന്ധിച്ചുണ്ടാകും. കാരണം ആ ക്യാരക്ടറിനുള്ള ഇൻട്രോ കൊടുക്കുന്നത് സുരേഷ് ഗോപിയാണ്. അതിനുശേഷമാണ് ഈ ക്യാരക്ടറിനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ശ്രുതിയാണ് എന്ന് കാണുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അത്രത്തോളം ഒരു വാവ് മൊമെൻറ്റ് നമുക്ക് വന്നില്ലെങ്കിൽ പോലും ശ്രുതിയുടെ ക്യാരക്ടർ ഈ പറയുന്ന സിനിമയിൽ പെർഫോം ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ വാവ് മൊമെൻറ്റ് കിട്ടും. വളരെ നന്നായിട്ട് തന്നെ പുള്ളിക്കാരത്തി വളരെ അച്ചടക്കത്തോടെ അല്ലെങ്കിൽ അടക്കത്തോടെ ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തു എന്ന് തന്നെ വേണ്ടി പറയാൻ പറ്റും. മൊത്തത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ ഒരു ക്രൈം ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുന്ന നമ്മുടെ മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ചായിട്ട് വളരെയധികം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജോണറാണ് ഈ പറയുന്നത്. ആ ഒരു കാറ്റഗറിയിൽ എല്ലാത്തിൽ നിന്നും കുറച്ച് എടുത്തു എന്ന് പറയാൻ പറ്റും. ഈ ഒരു ക്രൈം, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് അപ്പുറം മലയാളത്തിൽ വളരെ അധികം കണ്ടുവരുന്ന ഒരു ജോണറായി മാറുകയാണ് ഇപ്പോൾ കോർട്ട് റൂം ഡ്രാമകൾ. അതല്ലെങ്കിൽ ഒരു അഭിഭാഷകൻ, അഡ്വക്കേറ്റ്, അയാളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ളതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കോടതിയുമായിട്ട് ബന്ധപ്പെട്ട, കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ ഒരുപാടധികമാണ് മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് വന്നത്. അത്തരം ഒരു സിനിമ, ആ ഒരു എലമെൻറ്റും കൂടെ ചേർത്തുകൊണ്ട് ഇത് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്,
കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനം. പിന്നെ ഒരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ള നിലയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ, കോടതിയിൽ അതിലെ കാര്യങ്ങൾ, അവിടുത്തെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് കേസ് പോകുന്നത്. പിന്നെ മൊത്തത്തിൽ ഓവറോൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ കുറച്ച് രാഷ്ട്രീയ വിമർശനങ്ങൾ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സ്ഥിതിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥിതിയുടെ ഒക്കെ തന്നെയും കുറച്ച് വിമർശനങ്ങൾ അത് വളരെ എന്താ പറയുക, നേർത്ത രീതിയിലോ അതല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിലോ ഒന്നുമല്ല, വളരെ ഡയറക്റ്റായിട്ട് തന്നെ മുഖ്യമന്ത്രിയെ ആണെങ്കിലും അങ്ങനെ, പോലീസിനെ ആണെങ്കിൽ അങ്ങനെ, ഈ സഹകരണ വകുപ്പിനെ ആണെങ്കിൽ അങ്ങനെ, വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ സഭയെ വിമർശിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പ്രവീൺ നാരായണൻ തിരക്കഥ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒളിച്ചു കടത്തലുകളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു ഒളിച്ചു കടത്തലെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഒരു സർവ്വസാധാരണമായിട്ട് വരുന്ന ഒരു സംഗതി പോലെ തന്നെ സേവാഭാരതിയുടെ ആംബുലൻസ്, പിന്നെ കുറച്ച് സേവാഭാരതി പ്രവർത്തകർ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നത് അത്തരത്തിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒന്നെങ്കിൽ സുരേഷ് ഗോപിയുടെ ഡേറ്റ് കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയവും പറയാവുന്ന തീരുമാനിച്ചതിൻ്റെ പുറത്ത് തിരക്കഥ ഒരു പക്ഷേ തിരക്കഥാകൃത്ത് പൊളിച്ച് എഴുതിയിട്ടുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രവീൺ നാരായണൻ്റെ രാഷ്ട്രീയം തന്നെ ആയിരിക്കാം പുള്ളി അതിൽ റിഫ്ലക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എനിവേ, ത്രില്ലർ സിനിമകളും അല്ലെങ്കിൽ ഈ ക്രൈം ത്രില്ലർ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ കണ്ട്, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു ഫയർ ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിന് നായകനായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം തൃപ്തി നൽകുന്ന സിനിമ തന്നെയാണ്. എനിവേ, ഒറ്റത്തവണ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്, മീൻസ് അതിനുള്ള ഒരു സ്റ്റഫുണ്ട് സിനിമയിൽ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.